ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ചീസി ആയിട്ടുള്ള മട്ടൺ കീമയൊക്കെ വെച്ച് ഉണ്ടാക്കിയ ടോട്ടിലെ പിസ്സ പഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. ഇത് പേര് പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. നല്ല ചീസി ആയിട്ടുള്ള നല്ലൊരു പിസ്സ പഫാണ്. എന്തായാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഫ്രൈങ് പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 400 ഗ്രാം മട്ടൻ്റെ കീമയാണ് ഞാൻ എടുത്തത്. അത് അങ്ങനെ തന്നെ നമുക്ക് ഫ്രൈങ് പാനിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. ചീസ് ഇടുന്നതാണ്, അതുകൊണ്ട് അതിൻ്റെയും കൂടി ഉപ്പുണ്ടാവും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, വെളുത്തുള്ളിപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. എല്ലാം കൂടി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കണം. നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് അതിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് വെന്തോളും. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്യാൻ. ഒന്ന് ക്രീം വറ്റി വരുന്ന സമയമാകുമ്പോൾ 3 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇനി തുറന്ന് ഒന്നും കൂടി നല്ലോണം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. 1 കപ്പ് സ്പ്രിംഗ് ഓണിയൺ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ. നല്ലോണം ഇളക്കി ഇതിൻ്റെ ഏകദേശം ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടിക്ക് പിടിക്കാതെ നോക്കണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടീന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈ പാനിലാണ് നമുക്കിത് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. ഇതാണ് ടോട്ടില. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. അഥവാ ടോട്ടില നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മൈദയും ഒരു നുള്ളു ബേക്കിംഗ് പൗഡറും ഉപ്പും ഓയിലും കൂടി കൂട്ടി നല്ലോണം ഒന്ന് കുഴച്ച് മാവാക്കിയതിന് ശേഷം ഒന്ന് പരത്തിയിട്ട് ഒന്ന് ഫ്രൈങ് പാനിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി. വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ടോട്ടില പകുതിയാക്കിയിട്ട് മുറിക്കാം. ടോട്ടില ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവും. അപ്പോൾ ഒന്ന് പകുതിയാക്കിയതിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഹാഫ് പീസിൽ ഒരു സ്ലൈസ് ചീസ് വെക്കാം. ചീസ് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം മൈദയും വെള്ളവും കൂടിയിട്ട് മിക്സാക്കിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഇത് ഒട്ടിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സൈഡിലും നമുക്കതൊന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് തേച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് അമർത്തി പിടിച്ചു കൊടുക്കണം. ഫില്ലിങ്ങൊക്കെ ഒന്ന് ഉള്ളിലാക്കിയിട്ട് വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇത് കണ്ട ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ചെയ്താൽ മതി. ഏകദേശം ഒരു സമൂസൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു ടോട്ടില ബ്രെഡ് എടുത്തിട്ട് ടോട്ടില ബ്രെഡിൻ്റെ ഹാഫ് ഭാഗം എടുത്തിട്ട് നമുക്കൊരു സ്ലൈസ് ചീസും പിന്നെ ഫില്ലിങ്ങും വെച്ച് മൈദമാവ് ഒട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് കുറച്ച് ഫില്ലിങ്സ് ബാക്കി വന്നിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട ബീറ്റ് ചെയ്ത് നല്ലോണം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നല്ലോണം ഒന്ന് ഈ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് നിറയെ നമുക്ക് വിതറി കൊടുക്കാം. മൊസറല്ല ചീസ് ഫുള്ള് വിതറിയതിന് ശേഷം നേരത്തെ ചൂടാക്കിയിട്ട ഓവനിൽ താഴെ തീ കത്തിച്ചിട്ട് ഒരു 20 മിനിറ്റും പിന്നെ 10 മിനിറ്റ് മുകളിലൊന്ന് കളർ ചെയ്യാനും വേണ്ടിയിട്ടും ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് പിസ്സയെല്ലാം ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ടോട്ടില പിസ്സ പഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു
ടോട്ടില്ല പിസ്സ പഫാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരെക്കും ബൈ.